ജസ്ന കേസ് തുടരന്വേഷണം നടത്താൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇന്ന് ഉത്തരവായി. നമുക്കറിയാം, ജസ്നയെ കാണാതെയായത് 2018 മാർച്ച് 22 ജസ്ന വീട്ടിൽ നിന്നൊരു ഓട്ടോറിക്ഷയിൽ പോയി എരുമേലി ഇറങ്ങി. അതിനുശേഷം അവിടുന്ന് മുണ്ടക്കയത്തേക്ക് പോകുന്ന ബസ്സിൽ കയറി. പുലിക്കുന്നിൽ ആണ് അമ്മായിയുടെ വീട്. അവിടെ ഇറങ്ങിയില്ല. അവിടുന്ന് വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചു. എന്നാൽ മുണ്ടക്കയത്ത് ചെന്നുമില്ല. പുലിക്കുന്നിനും മുണ്ടക്കയത്തിനിടയ്ക്ക് ജസ്ന മിസ്സായി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വെറ്ററന്മാരായ പല SP-മാരും DYSP-മാരും ഇതന്വേഷിച്ചു, എങ്ങും എത്തിയില്ല. ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നാണ് പലരും കരുതുന്നത്. അവിടെ നിന്നും മിസ്സായ ജസ്ന എങ്ങോട്ട് പോയി എന്നറിഞ്ഞിട്ടില്ല. ജസ്നയ്ക്ക് ആരുമായിട്ട് കോളേജിലെ വിദ്യാർത്ഥികളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ട് അടുപ്പമുണ്ടെന്നുള്ള വിവരം കണ്ടെത്താനും ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും CBIക്കും കഴിഞ്ഞില്ല. ഈ മാസം 31 അല്ലെങ്കിൽ ഡിസംബർ 31 2023 CBI അന്വേഷിക്കുന്ന ഈ കേസ് തെളിയത്തില്ല എന്ന് കരുതി ഫാക്ച്വൽ റിപ്പോർട്ട് അൺഡിക്റ്റഡ് ആയിട്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുകയുണ്ടായി. ഇതിന് കോടതിയിൽ അത് അംഗീകരിക്കുന്നതിന് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് ഒബ്ജക്ഷൻ ഫയൽ ചെയ്തു. 6 മാസമെങ്കിലും അന്വേഷണം നീട്ടണം എന്നാണ് ജസ്നയുടെ പിതാവ് പറഞ്ഞത്. തനിക്ക് CBI കണ്ടെത്താത്ത കുറച്ച് വിവരങ്ങളുണ്ട്, അത് കോടതിയിൽ ഹാജരാക്കാം. ഏതായാലും കോടതി 4-5 പ്രാവശ്യം കേസുകൾ മാറ്റി വെക്കേണ്ടി വന്നു. അവസാനം തനിക്ക് കിട്ടിയ വിവരങ്ങൾ അത് പത്രമാധ്യമങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർക്ക് അറിയുന്ന രീതിയിലോ കൊടുക്കാൻ കഴിയില്ല, രഹസ്യമായിട്ട് ഇത് തരാൻ കഴിയുള്ളൂ എന്ന് ജസ്നയുടെ പിതാവ്. കോടതി ആ വാദഗതി അംഗീകരിച്ചു. ജസ്നയുടെ പിതാവിനെ കോടതി റെപ്രസെൻ്റ് ചെയ്ത് ശ്രീനിവാസൻ വേണുഗോപാൽ എന്ന ക്രിമിനൽ ലോയറാണ് തിരുവനന്തപുരത്ത്. അദ്ദേഹം 35 വർഷമായി തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹം ആണ് ജസ്നയുടെ പിതാവിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. അദ്ദേഹം പറഞ്ഞത് ഇതിന് CBI കണ്ടെത്താത്ത ചില തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്, അത് ഓപ്പൺ കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല. പത്രക്കാർ കോടതി പരിസരത്തുണ്ട്. അത് വെളിയിൽ പോയി കഴിഞ്ഞാൽ, പുതിയതായി ലഭിച്ച വിവരങ്ങൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ആ വിവരങ്ങൾ കോടതിയിൽ മുമ്പിൽ ഹാജരാക്കുകയുള്ളൂ. ഒരു സീൽഡ് കവർ പ്രൊസീജിയറാണ് സ്വീകരിക്കുന്നതെന്ന് കോടതി അറിയിച്ചു. CBIയിലെ SP-ക്ക് മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ എന്ന് റിക്വസ്റ്റ് ചെയ്തു. കാരണം ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് പിതാവിന് ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ട്. പിതാവ് 2023 നവംബർ, ഡിസംബർ, 2024 ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലുള്ള അന്വേഷണത്തിലാണ് പുതിയ വിവരങ്ങൾ ലഭിച്ചത്. 2023 നവംബറിൽ ജസ്നയുടെ പിതാവ് എന്നെ കണ്ടിരുന്നു. ഈ കാര്യത്തിൽ കോട്ടയത്തുള്ള ആൽവിൻ എന്ന ഒരു ക്രിമിനോളജി പഠിക്കുന്ന പയ്യൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തും എന്നെ വന്ന് കണ്ടിരുന്നു. അവർ ചില വിവരങ്ങൾ അന്വേഷിക്കാൻ താല്പര്യമുണ്ട്, ജസ്നയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന് നല്ല വാശിയിലുള്ള കുട്ടികളായിരുന്നു. അവർ വിദ്യാർത്ഥികളാണ്. ആൽവിൻ ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ്. അവിടെ നിന്ന് എന്നെ വിളിച്ചു. അവർക്ക് വേണ്ട ഉപദേശം ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു.
അത് ട്രാക്ക് ചെയ്ത് പോയി ആ വിവരങ്ങൾ നമ്മൾ ഇതുവരെ ലോക്കൽ പോലീസോ CBIയോ ക്രൈംബ്രാഞ്ചോ കണ്ടെത്താത്ത വിവരങ്ങളാണ്. അവർ ആ രീതിയിൽ സഞ്ചരിച്ചില്ല. എന്നാൽ CBI മറ്റു രീതിയിലുള്ള അന്വേഷണങ്ങൾ വളരെ നന്നായിട്ട് നടത്തിയിരിക്കുന്നു. എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ചു, അവിടെയെങ്ങും സ്കോപ്പില്ല എന്ന് CBI കണ്ടെത്തി. പുതിയ വഴിത്താരയുണ്ടെങ്കിൽ മാത്രമേ തെളിവുണ്ടാവുകയുള്ളൂ എന്ന് CBIക്ക് ബോധ്യമായി. ആ വഴിത്താരയാണ് ജസ്നയുടെ പിതാവ് തുറന്നു കൊടുക്കുന്നത്. CBIയിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ അറിഞ്ഞു മാത്രമേ അത് കൈകാര്യം ചെയ്യാവുള്ളൂ. കാരണം ഏകദേശം 6 വർഷക്കാലത്തോളം ആ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ബുദ്ധിയിൽ കാര്യങ്ങൾ നീങ്ങി. അതുകൊണ്ട് ജസ്ന മരിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഞാൻ തുടക്കം മുതൽ ജസ്ന കേസിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നു, ജസ്ന എരുമേലിക്കും മുണ്ടക്കയത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്കുള്ള ട്രയാങ്കിളിൽ ഉണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, ഉണ്ടെന്ന് പറയുന്നല്ലാതെ ആളിന് ജീവനുണ്ടോ, ആൾ മരിച്ചോ എന്ന് സാറ് പറയാത്തത് എന്ത്? ആ ട്രയാങ്കിളിൽ തന്നെ ജസ്ന അന്നും ഉണ്ട് ഇന്നും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്കാണ് അന്വേഷണം നീണ്ടത്. 2023 നവംബറിൽ ജസ്നയുടെ പിതാവിനെ കണ്ടിരുന്നു. ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിരുന്നു. അതനുസരിച്ച് നീങ്ങി. കോടതിയിലെ തുടക്കത്തിലെ CBI റിപ്പോർട്ടിനകത്ത് ജസ്നയുടെ മിസ്സിംഗ് ആയ ദിവസം, വീട്ടിൽ നിന്ന് പോകുന്ന തലേ ദിവസം ജസ്നയ്ക്ക് അകാരണമായ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതിന് ഏകദേശം 1-2 മാസങ്ങൾക്ക് മുമ്പ് ജസ്നയെ പിതാവ് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അന്ന് ലോവർ അബ്ഡോമിനൽ പെയിനും ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടെത്തണം. ജസ്ന മിസ്സായ ശേഷം ലോക്കൽ പോലീസ് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ ഈ വിവരം അറിഞ്ഞ് ബ്ലഡ് സ്റ്റെയിൻഡായ തുണി വീട്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി. അത് CBIക്ക് ലഭിച്ചിട്ടില്ല. ആ തുണിയിലുള്ള രക്തം നാച്ചുറൽ രക്തമാണോ, ജസ്റ്റേഷണൽ രക്തമാണോ, ക്രിമിനൽ അബോർഷൻ നടത്തിയപ്പോഴുള്ള രക്തമാണോ എന്നറിയാൻ മാർഗമില്ലാതെ വന്നു. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച ആ തുണികൾ എവിടെയെന്ന് നമുക്കറിയില്ല. CBI അത് കണ്ടിട്ടില്ല. അതിലേക്ക് അന്വേഷണം നീളണമെന്നാണ് തുടക്കത്തിലെ CJM കോടതിയിലെ ജസ്നയുടെ പിതാവ് ബോധിപ്പിച്ചത്. കോടതിക്ക് അതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന് തോന്നി. അതിൻ്റെ 2-3 പ്രാവശ്യമായിട്ട് ജസ്നയുടെ പിതാവ് അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ മുഖേന കൊടുത്ത ചില അഫിഡവിറ്റുകൾ കോടതി സശക്തം വായിച്ചു മനസ്സിലാക്കി. ഇനിയുള്ള വിവരങ്ങൾ ചില ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ഉൾപ്പെടെയുള്ളത് കോടതിയിലെ സീൽഡ് കവറിൽ തരാൻ ഒക്കുള്ളൂ. അല്ലെങ്കിൽ ആ വിവരം പുറത്തു പോയാൽ അത് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കോടതി ബോധിപ്പിച്ചപ്പോൾ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അത് അംഗീകരിക്കുകയും സീൽഡ് കവറിൽ ഹാജരാക്കാൻ പറയുകയും ചെയ്തു. അതനുസരിച്ച് സീൽഡ് കവറിൽ കളക്ട് ചെയ്ത വിവരങ്ങൾ ആ കവറിനുള്ളിൽ ഒരു പെൻ ഡ്രൈവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാരുടെ ഫോട്ടോഗ്രാഫ്സുകൾ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആ പെൻ ഡ്രൈവും സീൽഡ് കവറിൽ കൊടുത്ത ആ വിവരങ്ങളും ഇൻഫോർമേഷനും കൂലങ്കക്ഷമായി ദീർഘമായി ശാസ്ത്രീയമായി പരിശോധിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഈ വിവരങ്ങൾ CBIക്ക് ലഭിച്ചിട്ടുണ്ടോ, ഈ വിവരങ്ങളിൽ CBI അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം അറിയണം. CBIയോട് കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു. കോടതിയിലെ കേസ് ഡയറി ഹാജരാക്കി. CBI ഹാജരാക്കിയ കേസ് ഡയറി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരിശോധിച്ചു. ജസ്നയുടെ പിതാവ് ഹാജരാക്കിയ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ മുഖേന ഹാജരാക്കിയ ആ വിവരങ്ങളൊന്നും
ആ കേസ് ഡയറിയിൽ ഇല്ലാതെ വന്നു. അതുകൊണ്ട് ഇന്ന് ഉത്തരവായി തുടരന്വേഷണം, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. CBI കാലാവധി പറഞ്ഞിട്ടില്ല. CBIക്ക് പുതിയ വിവരങ്ങളുണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിന് തടസ്സമില്ല എന്ന് CBI ഇൻസ്പെക്ടർ CJ കോടതിയിൽ പറയുകയുണ്ടായി. ഏതായാലും CBIയുടെ അന്വേഷണം, തുടരന്വേഷണം നടക്കട്ടെ. പുതിയ വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് CBI SP-ക്ക് മാത്രമേ കൈമാറ്റം നടത്താൻ പാടുള്ളൂ എന്നൊരു അപേക്ഷയും കൂടെ വെച്ചു. അതും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. രഹസ്യ സ്വഭാവത്തിൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അങ്ങനെ പോകുമെങ്കിൽ മാത്രമേ ഇതിന് ഒരു ഡിറ്റക്ഷനിലേക്ക് വരൂ എന്ന് കരുതുന്നു. എന്തായാലും ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് തുടക്കം മുതലേ ഞാൻ പറഞ്ഞിരുന്നു. പലർക്കും അത് വിശ്വാസമായില്ല. ജസ്ന ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ചില കഥകൾ പുറത്ത് വന്നുകൊണ്ടേയിരുന്നു. പുതിയ പുതിയ കഥകൾ സൃഷ്ടിച്ച് പലരും യൂട്യൂബിലും ഒക്കെ വിതരണം ചെയ്തുകൊണ്ടിരുന്നു. എന്തായാലും ഈ കേസിന് തീർച്ചയായിട്ടും ഒരു എവിഡൻസ്, തെളിവ് ലഭിക്കാൻ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ആ ക്ലോത്ത് CBI കണ്ടെത്തണം. അത് ക്രൈംബ്രാഞ്ചിൻ്റെ കൈവശം ഇപ്പോൾ ഉണ്ടോ, അതെവിടെ പോയി, ആ വിവരങ്ങൾ കണ്ടെത്തി അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വീണ്ടും കൊടുക്കണം. എങ്കിൽ മാത്രമേ കുറച്ച് പ്രോഗ്രസ് പെട്ടെന്നുണ്ടാവുകയുള്ളൂ. എങ്കിലും ഈ കേസിലേക്ക് ലീഡ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് അടിസ്ഥാനപരമായി വിവരങ്ങൾ ലഭിച്ചത് ആൽവിൻ എന്ന ഇപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ഒരു പയ്യനും, എൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പോയ 1-2 പേര്, ജെയിംസ്, പിതാവ് ജെയിംസിൻ്റെ കൂടെയുള്ള 2 പ്രവർത്തകരും അതിശക്തമായ രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. കാരണം CBIയും ലോക്കലും ക്രൈംബ്രാഞ്ചും അവർ കൈയൊഴിഞ്ഞ സന്ദർഭത്തിൽ പിതാവിന് സ്വന്തം മകളെ എവിടെ പോയി എന്ന് കണ്ടെത്താനുള്ള ആ ശ്രമം, കണ്ടെത്താനുള്ള അവകാശം കണ്ടെത്തിയേ പറ്റൂ. സ്വന്തം മോളാണ്. ഒരു പിതാവിൻ്റെ വേദന എന്തെന്ന് പിതാവായ എല്ലാവർക്കും അറിയാം. ആ വേദനയുടെ പുറത്താണ് അദ്ദേഹം എന്നെ വന്ന് സമീപിച്ചതും അതിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുകയും ചെയ്തു. അത് പരസ്യപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അത് CBIക്ക് കൊടുക്കാനുള്ള നീക്കമായി കഴിഞ്ഞു. കോടതി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു കേസിനകത്ത് ചില വ്യക്തികളുടെ പ്രവർത്തനം, ശാസ്ത്രീയമായ അവരുടെ നീക്കങ്ങളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 കുട്ടികൾ, ക്രിമിനോളജി പഠിക്കുന്ന 2 കുട്ടികളാണ്. അവർ വളരെ ശ്രമകരമായ രീതിയിൽ ആരും അറിയാതെ ഇതേപ്പറ്റി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഏതായാലും ആ വിവരങ്ങളൊക്കെ അപ്പോൾ എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തിയേ പറ്റുള്ളൂ. ആ മാതാവ് നേരത്തെ ജസ്നയുടെ മരിച്ചു. അതിനുശേഷം 8 മാസം കഴിഞ്ഞപ്പോഴാണ് ജസ്നയുടെ തിരോധാനം. ആ പിതാവിൻ്റെ ദുഃഖം, ആ ജസ്നയുടെ ചേച്ചി യഫിമോളുടെ ദുഃഖം, സഹോദരൻ വിദേശത്ത് പഠിക്കുന്ന സഹോദരൻ്റെ ദുഃഖം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ആൻറ്റി സിസിലി ആൻറ്റിയും ഭർത്താവ് തങ്കച്ചൻ്റെ ദുഃഖം, അവരുടെ മക്കളുടെ ദുഃഖം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പിതാവിനെ പ്രതി ചേർക്കാനുള്ള ശ്രമം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുകയുണ്ടായി. വളരെ വേദനാജനകമായ കാര്യമായിരുന്നു അത്. ഏതായാലും എന്തുകൊണ്ടാണ് ഒരു പിതാവിൻ്റെ പുറകെ നടന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ പിതാവ് ജസ്ന മിസ് ചെയ്ത ദിവസം 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് തെളിവുകളുണ്ട്, ആൾക്കാർ കണ്ടവരുണ്ട്. അതിൻ്റെ പിന്നാലെ സഹോദരൻ പോകുന്ന 9:30 പോയത് കണ്ടവരുണ്ട്, തെളിവുകളുണ്ട്. 10:00 ജസ്ന വീട്ടിൽ നിന്ന് പോയ ജസ്നയാണ് മിസ്സായത്. എങ്ങനെയാണ് പിതാവും വീട്ടുകാരും അതിനകത്ത് കുറ്റക്കാരാകുന്നത്? എനിക്കാലോചിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അതിൻ്റെ യുക്തി എന്താണ്? എന്തായാലും ഒരു ക്രിമിനൽ അബ്രോഷൻ ഉണ്ടായോ ഒരു സംശയമുണ്ട്. അത് താങ്ങാൻ കഴിയാതെ ആ കുട്ടി വീട് വിട്ടുപോയി ആ കാരണക്കാരൻ്റെ അടുത്ത് ചെന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും CBIക്ക് ഇത് കൈമാറും. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്തും എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. അതിലേക്കുള്ള നീക്കങ്ങളുടെ പ്രാരംഭമായി കോടതി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ CBI ആ രീതിയിലോട്ട് വരും. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്തുമെന്നാണ് ഞാൻ കരുതുന്നത്.